എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് നാടൻ പലഹാരമായ അവൽ ഈസിയായി വീട്ടിൽ വിളയിക്കുന്ന ഒരു റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് അവൽ വിളയിക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. അതിനായിട്ട് 250 ml ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ശർക്കര പൊടിച്ചതാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളത്തിലൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം. ഇത് 250 ml ഗ്ലാസ്സിന് 3 ഗ്ലാസ് അവലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബ്രൗൺ കളറുള്ള അവലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് അവൽ വിളയിക്കാൻ ഏറ്റവും നല്ലത്. വെള്ള അവൽ ഉപയോഗിച്ച് നമുക്ക് അവൽ വിളയിക്കാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം 250 ml ഗ്ലാസ്സിന് 3 ഗ്ലാസ് തേങ്ങ ചിരകിയതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് നാളികേരം തിരുമുമ്പോൾ 3 ഗ്ലാസ് തേങ്ങാപ്പീര ലഭിക്കും. ഇനി ഇതിലേക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ്: പൊട്ടുകടല, 1 ടേബിൾ സ്പൂൺ എള്ള്, കശുവണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതെല്ലാം മൂപ്പിച്ചെടുക്കാനുള്ള നെയ്യാണിത്. ഇത് ഏലക്കാപ്പൊടി. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ ആരംഭിക്കാം. ആദ്യം നമുക്ക് ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ചേർത്തൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര മുഴുവൻ വെള്ളത്തിൽ ലയിച്ച് തിളയ്ക്കുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അരിച്ചെടുക്കാം. ശർക്കരപ്പാനി നന്നായി തിളച്ച് ശർക്കര മുഴുവൻ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ശർക്കരപ്പാനി നമുക്കിനി ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിലൂടെ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. ശർക്കരയിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ അരിക്കുന്നത്. ഇനി നമുക്കിത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്നുകൂടെ തിളയ്ക്കുന്നതിന് വേണ്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. തിളച്ച് തുടങ്ങി. നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ഒരു തേങ്ങയുടെ പീര കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായി വെട്ടിത്തിളച്ച് ഇനി നമുക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ 5 മിനിറ്റ് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പീര ശർക്കരയുടെ കളറായിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം പറ്റുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. 3/4 ഭാഗം വെള്ളം പറ്റിയാൽ മതി. കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മളിത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ വെള്ളമുണ്ട്. ഇനി 2 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഇളക്കി കൊടുക്കാം. വെള്ളം പൂർണ്ണമായി വറ്റിച്ചെടുക്കേണ്ട, നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പീര ശർക്കരപ്പാനി ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റായി. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു 3 മിനിറ്റ് സമയം തണുക്കുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ വലിയ ചൂട് മാറി ചെറിയ ചൂട് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കഴിഞ്ഞു. ഏലക്കാപ്പൊടി ചേർത്ത് ഉടൻ തന്നെ നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അവലും ശർക്കരയും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ബ്രൗൺ കളർ അവലാണ് അവൽ വിളയിക്കാൻ നല്ലത്. നമ്മളതാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. വെളുത്ത അവൽ ഉപയോഗിച്ച് നമുക്ക് അവൽ വിളയിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് 1.5 ഗ്ലാസ് ശർക്കരയുടെ പാനി. അത് ഉരുകിയപ്പോൾ ഏകദേശം 1 ഗ്ലാസ് കാണും. അതിൻ്റെ കൂടെ 3 ഗ്ലാസ് അവൽ, 3 ഗ്ലാസ് തേങ്ങ തിരുമിയത് തുടങ്ങിയവയാണ്. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ശർക്കരയും അവലും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അവൽ ശർക്കരയുടെ കളറിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനായി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടാകുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് മൂത്ത് പോകരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി മൂത്താൽ മതി. കരിയാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം. കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ഏകദേശം മൂത്തിട്ടുണ്ട്. സമയത്ത് നമുക്കൊരു ടേബിൾ സ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 10-15 സെക്കൻഡ് കൂടെ നമ്മൾ ഇളക്കാവും. ഇപ്പോൾ എള്ള് പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എത്ര ഈസി ആയിട്ടാണ് നമ്മൾ അവൽ വിളയിച്ചെടുത്തത്. ഈ രീതിയിൽ നമ്മൾ വിളയിച്ചെടുക്കുന്ന അവൽ 5-6 പേർക്ക് ഈവനിങ് സ്നാക്കായിട്ട് വിളമ്പാൻ സാധിക്കും. ഇപ്പോൾ വെക്കേഷൻ സമയമാണ്. അവൽ വിളയിച്ച് വെച്ചാൽ കുട്ടികൾ കളി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അവരുടെ ഇഷ്ടത്തിന് വിളമ്പി കൊടുക്കാൻ സാധിക്കും. ഇത് കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരു വിഭവമാണ്. ഈ രീതിയിൽ നമ്മൾ അവൽ വിളയിച്ച് വെച്ചാൽ അതൊരു ദിവസത്തിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. അവൽ വിളയിച്ചത്
എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ സൂക്ഷിച്ചു വെച്ചാൽ ഒരാഴ്ച വരെ കേടുകൂടാതെ ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു.